ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായ നേട്ടത്തിൻ്റെ തിളക്കത്തിലാണ് പ്രധാനമന്ത്രി. 2014 മെയ് 26 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി 4399 ദിവസങ്ങൾ പിന്നിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന നേതാവായി മാറുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ തുടർച്ചയായ ഭരണകാല റെക്കോർഡുകളും മറികടന്നിരുന്നു. 2 തവണ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, അധികാരത്തിലിരിക്കെ തുടർച്ചയായി 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയ നെഹ്റുവിന് ശേഷമുള്ള ആദ്യ നേതാവ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ യാത്ര ഇതിനു മുൻപ് തന്നെ ചരിത്രത്തിലെ സുപ്രധാന ഏടായി മാറിയിട്ടുണ്ട്. ചരിത്രം ഒരുപക്ഷെ റെക്കോർഡുകൾ ഓർക്കും, എന്നാൽ ജനങ്ങൾ ഓർക്കുക അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളായിരിക്കും. ഒരു വ്യാഴവട്ടക്കാലം മോദി എങ്ങനെ ഇന്ത്യയെ നയിച്ചു? മോദിയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇത് പുതിയ ഇന്ത്യയുടെ ഉദയമാണ്. വിമർശിക്കുന്നവർക്കാകട്ടെ ഇത് അധികാരത്തിൻ്റെ അമിത കേന്ദ്രീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടം എങ്ങനെ വിലയിരുത്തപ്പെടണം? ഒരു സാധാരണ നേതാവിൻ്റെ അസാധാരണമായ യുഗമാണോ? അതോ അവസരങ്ങളും വിവാദങ്ങളും ഒരുപോലെ നിറഞ്ഞ ഒരു പരിവർത്തനത്തിൻ്റെ കാലമാണോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. അപ്പോൾ നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം ഫോണിലും ഒപ്പം യൂട്യൂബിലും ചേരുന്നുണ്ട്. ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം വിളിച്ച് കിട്ടാത്ത കാര്യം പറയുന്നുണ്ട്. ഷിജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഗോമാതാജി, സുനിൽ, അങ്ങനെ ആളുകളൊക്കെ നമുക്ക് ഇപ്പം യൂട്യൂബിലുണ്ട്. എന്നോടൊപ്പം ആദ്യം ചേരുന്നു ഉസ്മാൻ, കായംകുളത്ത് നിന്ന്. ഉസ്മാൻ. സന്തോഷ് കാസർഗോഡ് നിന്നുകൂടി എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്. സന്തോഷ് കേൾക്കാമോ? ഓക്കെ. ഫാദർ സാമുവൽ എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഫാദർ സാമുവലുമായി സംസാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇടയിൽ ഫാദർ സാമുവൽ കേൾക്കുന്നില്ലേ? ഓക്കെ. 4399 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട്. ഇതൊരു വലിയ സർവകാല റെക്കോർഡിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. ഫാദർ സാമുവൽ ഈ കാലഘട്ടത്തെ എങ്ങനെ അടയാളപ്പെടുത്തും? ചുരുങ്ങിയ വാക്കുകളിൽ, എനിക്ക് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ട്. മോദിയുടെ പ്രധാനമന്ത്രി മോദിയുടെ ഭരണം നല്ലത് പറയാനുണ്ട്, അതോടൊപ്പം തന്നെ വിമർശനങ്ങളുണ്ട്. അത് ഏതൊരു ഭരണ നേതാവിന് ഉണ്ടാകുന്ന ആ വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വടക്കേന്ത്യയിലും ഒക്കെ. അതിനൊരു പരിഹാരം കണ്ടെത്താൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട മോദിജിക്ക് സാധിച്ചോ എന്നത് ഒരു സംശയകരമായിരിക്കുന്ന സംഗതിയാണ്. ഭരണപരമായ കാര്യങ്ങളിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ തക്കവണ്ണം മോദിക്ക് സാധിച്ചു എന്നതും വളരെ സന്തോഷകരമായ സംഗതിയാണ്. ഈ ഒരു നിലവാരത്തിൽ പ്രധാനമന്ത്രിയുടെ ഭരണം അല്ലെങ്കിൽ സേവനം നല്ല രീതിയിൽ തുടരുവാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ. അതോടൊപ്പം ഞങ്ങളുടെ സമീപനത്തിന് ഒരു മാറ്റം വന്നാൽ വളരെ നന്നായിരിക്കും. വ്യക്തമാണ്, അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ താങ്ക് യു ഫാദർ സാമുവൽ. ഏതായാലും ദീർഘനാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞത് സന്തോഷം. കുമാരി പത്മജ എന്നോട് പറയുന്നു, മോദി ഈസ് എ ഗ്രേറ്റ് ലീഡർ വിത്ത് എ ഗ്രേറ്റ് വിഷൻ ഫോർ അവർ നേഷൻ എന്ന് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സുനിൽകുമാർ, സുഹൃത്തുക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗൂഗിൾ മീറ്റിലാണ്, കുറച്ച് അതുകൊണ്ട് വൈകി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി. ഓക്കെ. രാജൻ തിരുവല്ലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ. നമസ്തേ സാർ. നമസ്കാരം സാറേ. ലോക രാഷ്ട്രങ്ങളും ഇന്ത്യയിലും മോദിക്ക് നല്ല അഭിപ്രായക്കാരാണ്. അതും മോദി ഈ നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാരതത്തിലും കൂടുതൽ ആൾക്കാർ മോദിയെ ഇഷ്ടപ്പെടുന്നു. അപ്പം നല്ല ഭരണം തന്നെയാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.
എന്നോടൊപ്പം ശ്രീ മുരളീധരൻ വയനാട്ടിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുരളീധരൻ. സാറേ, നമ്മളിപ്പോ ഈ ഒരുപക്ഷെ എന്റെയൊക്കെ പ്രായം കണക്കാക്കി നോക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒഴികെ മറ്റുള്ള പ്രധാനമന്ത്രിമാരുടെ എല്ലാം പ്രവർത്തനം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വായിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മോഡിയെ പോലെ സർവസമ്മതനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്നല്ല ലോകത്തൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയില് നാനാജാതി മതസ്ഥരായിട്ട് 4000 ജാതികളും ഉപജാതികളുമായിട്ടും ഇത്രയധികം ജനങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങളുള്ള ജനങ്ങളെ കൂട്ടിയിണക്കി 12 കൊല്ലം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യ കഴിവാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ നേടിയെടുത്ത സ്വീകാര്യത എത്രയുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പം മോഡിയെ സംബന്ധിച്ചിടത്തോളം, മോഡിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയാൽ നമ്മൾ 140 കോടി ജനങ്ങളും ഭാഗ്യവാന്മാരാണെന്ന് തന്നെ പറയാം. ഒരുപാട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു. വ്യക്തമാണ്. അപ്പൊ ഡേവിഡ് വിജയ് കൂടി എന്നോടൊപ്പം ചേരുന്നു ജാംനഗറിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ഇപ്പോൾ ഫാദർ സാമുവൽ ഒരു വിമർശനം ഉന്നയിച്ചത് പല വികസനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നൊരു ആക്ഷേപം ഫാദർ സാമുവൽ പറഞ്ഞു. അപ്പൊ ശ്രീ ഡേവിഡ് വിജയ്, എന്റെ മനോവരതെ എവിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വീഴ്ച പറ്റിയത്? ബീഹാറിൽ പല മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസികളിലും BJP ജയിച്ചു കയറിയിരിക്കുന്ന BJP എന്നുള്ള വെറൊരു ആ പാർട്ടി പണ്ടുകൊണ്ട് ജനസംഘം എന്നുള്ള പേരില് അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും നല്ല പുരോഗതി കൊടുക്കുന്നത് കൊണ്ടാണ്. അതേപോലെ ഇപ്പൊ UP-യില് പിന്നെ വർഗീയവാദികളെയും തീവ്രവാദികളെയൊക്കെ സംരക്ഷിക്കണം, നമ്മുടെ ഉമ്മർ നബിയെ പോലെ പൊട്ടിത്തെറിക്കുന്നവനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. ഫാദർ സാമുവൽ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ക്രിസ്തീയ വിശ്വാസികളുടെ അത് ഇന്നലെയും തുടങ്ങിയതല്ല. ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിന്റെ നേരെയുള്ള ആക്രമണം, അതിന് വേണമെങ്കിൽ നെഹ്റുവിനൊരു ബില്ല് കൊണ്ടുവരാമായിരുന്നു. ഒക്കെ ന്യൂനപക്ഷ ക്രിസ്ത്യാനികൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത്. ഞാനും ആ സമുദായത്തിൽപ്പെട്ട ആള് തന്നെയാണല്ലോ ഈ സംസാരിക്കുന്നത്. അപ്പൊ അതിന് പകരം ആരുടെ കുറ്റം എന്നുള്ളത് ആദ്യം നോക്കേണ്ടത്. ആ കാര്യത്തിൽ എന്ന് മാത്രമല്ല ഞാൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇവരാരും പറയാത്തത് താങ്കളോട് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ഫീൽഡിൽ വെച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ സെയിൽസിന്റെ ഏരിയ മാനേജറായി, സെയിൽസ് മാനേജറായി, അങ്ങനെ മേലോട്ട് പോയി. അതുപോലെ ഇദ്ദേഹത്തിന് പറ്റിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ 10 കൊല്ലം ഒരു സംസ്ഥാനത്തിരുന്നു. പിന്നെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിലായി അത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട്. അപ്പൊ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ എക്സ്പീരിയൻസ് കിട്ടി, അതിനപ്പുറമുള്ളതും കിട്ടി. ചില വ്യക്തികളുണ്ട് എന്താന്ന് വെച്ചിട്ട് ഫസ്റ്റ് MBA പാസ്സായിട്ട് കയറി വന്നിരിക്കും ഈ സെയിൽസ് ഫീൽഡിൽ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. ചിലവരൊക്കെ നമ്മൾ താഴേക്കടയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കും. ചിലവരങ്ങനെയല്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നോ ആ സ്ഥാപനത്തിന്റെ നാശമായിരിക്കും. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നിസ്സാര സംഭവം അല്ലാത്ത, ഞാൻ എന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആറിലെ കൂടി സംസാരിക്കും, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. അപ്പൊ മോഡി ഇവിടെ ഇരുന്ന് അത് നേടിയ എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് കുടുംബം ഇല്ലാന്നോ എന്തോ ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. അദ്ദേഹം ഈ രാഷ്ട്രമാണ് എന്റെ കുടുംബം. അപ്പൊ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും സ്വന്തം കുടുംബമായി. ഇപ്പോഴേ കുറച്ച് എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം പഴയ കാലത്ത് പട്ടിണി കിടന്ന് KSF-നൊക്കെ വേണ്ടി വന്നതാണ്. ഇതിപ്പോ ആ കരുവന്നൂര് കേസും ഒക്കെ കിടന്നു. അപ്പൊ ഒരു കുപ്പിയുടെ പുറത്ത് പഞ്ചസാര എന്നുള്ള കുപ്പിയുടെ അടുത്ത് പുറത്ത് ബോർഡ് വെച്ചിരിക്കുകയാണ്, മുളക് പൊടി എന്ന് എഴുതിയിട്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ അതിൽ ഉറുമ്പ് കയറാതിരിക്കാനാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ സഖാവ് AKG പോലെ നല്ലൊരു പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ടായി നല്ല പ്രതിപക്ഷമായിട്ട് ആരെങ്കിലും ഉണ്ടാവേണ്ടിയിരുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഇന്ന് നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് മഹി എന്നോടൊപ്പം കിള്ളിപ്പാലത്ത് നിന്ന് ചേരുന്നത്. ശ്രീ മഹി, ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള ഒരു വലിയ ഒരു ആരോപണമാണ് നമ്മുടെ ഡേവിഡ് വിജയ് ഉന്നയിക്കുന്നത്. അദ്ദേഹം മോദി അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. മഹി കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, സമ്മതിക്കാൻ സാധ്യതയില്ല. അതല്ല, അത് ഈ രാഹുൽ ഗാന്ധി ഇരിക്കാനും ഈ മോഡി ഇതിന്റെ വളർച്ച ഒഴിഞ്ഞുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി ഇവിടെ വെളി രാജ്യത്ത് പോയി സൈക്കിൾ ഓട്ടിക്കണം, അവിടെ കടലിൽ പോയി ചാടണം, ബൈക്ക് ഓട്ടിക്കണം. ഇവിടുത്തെ ഇന്ത്യ പ്രദേശത്താണെങ്കിൽ നമുക്ക് AKG-യിലോട്ടായിരുന്നല്ല, എന്ത് ഡീസന്റ് ആയിരുന്നു. ശ്രീ പ്രസന്നൻ കൂടി എന്നോടൊപ്പം ചേരുന്നു മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം. ഒരു വലിയ കാര്യം BJP ഉയർത്തി കാണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ നയമാണ്. ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ നയം വളരെ കൃത്യമായി അതിനൊരു അടിത്തറ ഉണ്ടാക്കിയ ആളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീ പ്രസന്നൻ ഇതിനെ എങ്ങനെ താരതമ്യം ചെയ്യുന്നു? ഈ
സാറേ അതെ എന്താന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ മോദിയെ കുറിച്ച് എന്റെ അഭിപ്രായം മാറ്റിവെച്ചാൽ തന്നെ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമല്ല. നമ്മൾ കാണുന്ന പകൽ വെളിച്ചം, സൂര്യന്റെ ചൂട് നമ്മളിപ്പോ എന്താ പറയാ നമ്മൾ അനുഭവിച്ചറിയണേ എന്ന് പറയുന്ന പോലെ ഓരോ വസ്തു ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, ഓരോ വസ്തുവിനും നമ്മൾ അനുഭവിച്ചറിയണേ ഓരോ വസ്തുവിന്റെയും ഗുണഗണങ്ങള്. അതായത് മോദിയെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു. ലോകത്തെ പരമോന്നത ബഹുമതികൾ പല രാഷ്ട്രങ്ങളും, അതായത് മുസ്ലിം രാഷ്ട്രങ്ങളടക്കം, സൗദി അറേബ്യ, UAE, അതുപോലെ ഇസ്രായേൽ, പല രാഷ്ട്രങ്ങൾക്ക്, അതായത് 10-30 ചില രാഷ്ട്രങ്ങൾ ഇപ്പൊ പരമോന്നത ബഹുമതികൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ അങ്ങനെ കൊടുക്കൂലല്ലോ. അതായത് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു മുസ്ലിം വിരോധം, ന്യൂനപക്ഷ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും അതിന് തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ ഒരു സാമാന്യ ബുദ്ധിയിൽ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാണുമ്പോ. അതായത് ഇപ്പൊ അതും കൂടി പറയാണ്ടൊരു പോകുന്നത് ശരിയല്ല. അതായത് നമ്മൾ വിമർശിക്കുമ്പോ രാഹുൽ ഗാന്ധി എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നല്ല പാർട്ടിയായിട്ട് മികച്ചു വന്നാലേ ഈ BJP-യെക്കാളും. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 നേതാക്കന്മാരാണ്, 10-15 എത്ര നേതാക്കന്മാരാണ് വെട്ടിക്കളഞ്ഞു, തലമൂത്ത നേതാക്കന്മാരെ. പിന്നെ ശരി, അപ്പോൾ നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്, നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ട് നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കും. ജോസ് എന്നോടൊപ്പം ചേരുന്ന ഇരിഞ്ഞാലക്കുടിയിൽ നിന്നാണ്. ശ്രീ ജോസ്, ഇപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുകയാണ് 30 രാജ്യങ്ങൾ അന്താരാഷ്ട്ര ബഹുമതി പ്രധാനമന്ത്രിക്ക് നൽകുന്നു. പണ്ഡിറ്റ് നെഹ്റുവിന് 2 രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോക രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ലോകാരാധ്യനാണ് എന്നാണ് BJP-യുടെ വാദം. ശ്രീ ജോസ് ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറയുമ്പോ മോദിയാണ് ഇപ്പോ നമ്മുടെ ലോകത്തിലെ വെച്ച് ഏറ്റവും മികച്ച ഒരു നേതാവ്. ലോകത്തിൽ വെച്ച് ഏറ്റവും മികച്ച നേതാവ് മോദി തന്നെയാണ്. ഓക്കെ, അടുത്ത ഭരണം നമുക്ക് കേരളത്തിൽ ഭരണം BJP പിടിച്ചിരിക്കുന്നത് ഞാൻ ഉറപ്പുവരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായവും കൃത്യവുമാണ്. ഓക്കെ, ശ്രീമതി അമ്പിളി എന്നോടൊപ്പം ബാംഗ്ലൂരിൽ ചേരുന്ന. അമ്പിളി ഒരു മോദി ഭക്തയാണ്. പ്രധാനമന്ത്രി 12 വർഷം തേക്കുകയാണ്, ഒരു വലിയ റെക്കോർഡ് തകർക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട നിലയിൽ പണ്ഡിറ്റ് നെഹ്റു ഇതിനേക്കാൾ കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. പക്ഷേ അത് കുറേ കാലം 47 മുതലുള്ള കുറേ 4 വർഷത്തോളം 4 വർഷം 8 മാസവും അത് തെരഞ്ഞെടുപ്പില്ലാതെ പ്രധാനമന്ത്രിയായി ഇരുന്ന കാലമാണ്. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന് ശേഷം ഇരിക്കുന്ന പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം നരേന്ദ്രമോദി ആകുമ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു വലിയ ആരാധികയായ ശ്രീമതി അമ്പിളി എന്ത് കരുതുന്നു? സർ, അഭിമാനം തോന്നുന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു ലീഡർ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സന്തോഷം. അതിൽ എല്ലാ ഭാവുകങ്ങളും ഇനിയും കുറെ നാളുണ്ടാവട്ടെ ആള്. എന്നുവെച്ചാൽ ഈ ഒരു ഇലക്ഷൻ നെക്സ്റ്റ് ആളെ പോലെ ഇനി വരുമെന്ന് അറിയില്ല. പക്ഷെ ഉണ്ട്, കുറെ പേര് ഇനി ലൈനപ്പായിട്ടുണ്ട്. എന്നാലും മോഡിയുടെ അത്രയ്ക്കും വരുമോ? ചിലപ്പോൾ അതിന് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് PM ആണ്. അപ്പോൾ അഭിമാനം മാത്രം അതിനകത്ത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. താങ്ക് യു സോ മച്ച് അമ്പിളി. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. മണിമേല ഇപ്പോൾ ചുവന്ന ഹൃദയം സുഹൃത്തുക്കൾക്കൊക്കെ അയക്കുന്നുണ്ട്. ഗോമാതാജി പറയുന്നു പ്രൗഡ് സിറ്റിസൺ ഓഫ് മോദീസ് ഇന്ത്യ എന്ന് പറയുന്നു. ശാന്ത മണികണ്ഠൻ എന്നോട് പറയുന്നത് നമ്മൾക്ക് ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയാൽ നമ്മളെല്ലാവരും കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലാണ് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന ഒരു വിമർശനകരമായ ചോദ്യം എന്നോട് ശ്രീ കൃഷ്ണൻ കുട്ടി ചോദിക്കുന്നു. മോദിയെ കാണുമ്പോൾ വല്ലാത്തൊരു അവജ്ഞയാണ്. ഇന്ദിരാഗാന്ധി 84 ഗൾഫ് സന്ദർശിച്ചപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഗൾഫിലേക്ക് വന്നു, എന്ത് സാധിച്ചു? ദുബായിൽ ഒരു അമ്പലം പണിത് മാത്രമാണ് എന്ന് എന്നോട് ഷാജി പറയുന്നു. നരേന്ദ്രമോദി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഡെമോക്രാറ്റിക് ലീഡർ ഇൻ ദ വേൾഡ് എന്ന് ശ്രീമതി സൗമ്യ പറയുന്നു. പ്രമോദ് നാണു എന്നോട് പറയുന്നു ലോക നേതാവാണ് മോദി എന്ന് പറയുന്നു. കിഷോർ കോന്നി എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നാടിനെ പറ്റി ഒന്നും പഠിക്കാത്തവർ അന്ധമായി മോദിയെ പുകഴ്ത്തുന്നു എന്നാണ് കൃഷ്ണൻകുട്ടിയുടെ പരാതി. ഡേവിഡ് വിജയ്, നമ്മുടെ ശ്രീ മുരളീധരൻ നായർ MN നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾ. അദ്ദേഹം ഡേവിഡ് വിജയയുടെ നിലപാടിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുകഴ്ത്തുന്നു. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN കൂടി ചേർന്നു എന്ന് കാണുന്നതിൽ സന്തോഷം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകൻ. അപ്പോൾ നമ്മുടെ ബാലകൃഷ്ണൻ വടകര, ഇന്ന് ബാലകൃഷ്ണൻ വടകര വിളിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര കുറച്ച് ദിവസം വിളിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നു ബാലകൃഷ്ണൻ വടകര വിളിക്കും എന്ന്. ശ്രീ ബാലകൃഷ്ണൻ വടകര, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം BJPക്കകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടുണ്ടോ? നമസ്കാരം. നമസ്കാരം.
മോദിജിയുടെ ഭരണവും മോദിയുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ ശരിയാണ്. പക്ഷെ എനിക്ക് വളരെ സങ്കടത്തോടെ പറയാനുള്ള ഒരു കാര്യം, ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് തകർത്ത് മോഡി ഇന്ത്യയിൽ മുന്നേറുമ്പോൾ ഒരു ചെറിയ കല വേടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തിൽ 2 മാസമായിട്ട് മോഡി ശക്തമായി ഒന്നും പ്രതികരിച്ചത് കണ്ടില്ല. അത് വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. മോഡിജിയെ തകർക്കാനൊന്നും ആർക്കും ഇപ്പൊ അടുത്ത കാലത്തൊന്നും സാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം എന്തേ ഇങ്ങനെ സംഭവിച്ചെന്ന ഒരു മഹാ അത്ഭുതം പോലെയാണ് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരൊക്കെ വിവരമില്ലാതെ എന്തൊക്കെയോ എന്ന് പറയുന്ന ജ്ഞാനികളൊക്കെ എവിടെയാ കിടക്കുന്നതെന്ന് അവർ സ്വയം ഒന്നും ഓർമ്മിച്ച് നോക്കിയാൽ മതി. മോഡിയെ പുകഴ്ത്തേണ്ടിയിട്ട് തന്നെയാണ് പുകഴ്ത്താനുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതിലൊന്നും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, മോഡിജി ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ പരീക്ഷയുടെ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അത് ഈ ഇന്ത്യൻ ജനതയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവും. കാരണം യുവാക്കളാണ്. ഒരു രക്ഷിതാക്കൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ എത്ര ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നു. നീളാൾ വാഴട്ടെ മോഡിജി. ശരി, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അപ്പോൾ ഏതൊക്കെയായാലും എനിക്ക് ഈ ബാലകൃഷ്ണൻ വടകരയോടുള്ള ഒരു വലിയ ഇഷ്ടം അതാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള വിമർശനം അത് സ്വന്തം പാർട്ടിയിലും അത് തിരിഞ്ഞ് പറയാനൊക്കെ ഉള്ള ഒരു ധൈര്യം അദ്ദേഹം എപ്പോഴും കാണിക്കുന്നു എന്നത് വളരെ അത് ആശ്ചര്യവുമാണ്, അത് ശരിയുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ലോകാര്യാധ്യനായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് VC തോമസിൻ്റെ അപേക്ഷ. ഓക്കെ, ആ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സെലക്ഷനാണ് മനുവിന് ഡ്രസ്സ് ഓരോ ദിവസവും ഷൈനിങ് കൂടുന്നുവെന്ന് ശശിധരൻ പിള്ള എന്നെ പുകഴ്ത്തുന്നു. ശശിധരൻ പിള്ള ഉള്ളത് കൊണ്ട് തന്നെ അത് ഓരോ ദിവസവും എനിക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പിന്നെ പറയില്ല, പറയുന്നതൊന്നും ചെയ്യില്ല, വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിച്ച ഏക പ്രധാനമന്ത്രി ആണ് നരേന്ദ്രമോദി എന്ന വിമർശനമാണ് നമ്മുടെ ജയകുമാർ നടത്തുന്നത്. മാധ്യമപ്രവർത്തകനായ മനു പറയും മോദി ഇത്രകാലം കൊണ്ട് എത്ര പത്രസമ്മേളനങ്ങൾ നടത്തി എന്നതാണ്. അപ്പം പക്ഷേ അത് ആളുകൾ ഇതിങ്ങനെ പലതവണ പത്രസമ്മേളനങ്ങൾ നടത്തിയതിൻ്റെ ഒരു കണക്കെടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഈ ആളുകളോട് ചോദിക്കുന്നൊരു കാര്യം, ഈ പണ്ട് മാധ്യമപ്രവർത്തനം ഞങ്ങളൊക്കെ തുടങ്ങുന്നൊരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്ത് അത് കണ്ടുപിടിച്ച് ആ വിഷയങ്ങൾ ഒരു വാർത്തയാക്കി അത് ഈ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു മാധ്യമപ്രവർത്തന ശൈലി പഠിച്ചാണ് ഞങ്ങളൊക്കെ വന്നത്. അതിനുവേണ്ടി പറ്റാവുന്നത്ര ദൂരം യാത്ര ചെയ്ത് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മാധ്യമപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിപ്പോയോ എന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പലർക്കും അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട്, ഈ ന്യൂസ് 18 കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കൾ ഉണ്ടാകണമെന്ന് ശഠിക്കുന്നതിലല്ല കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേതാക്കൾ വല്ലപ്പോഴുമൊക്കെ മാധ്യമങ്ങളെ കണ്ടാൽ മതി, അവരാവശ്യമുള്ള പറയാനുള്ള കാര്യങ്ങൾ കണ്ടാൽ മതി. കാരണം ഭരണ നേട്ടങ്ങൾ വിവരിക്കാനും ഒക്കെ അതിനൊക്കെയുള്ളൊരു സംവിധാനം ഇന്ന് ധാരാളമുണ്ട്. എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു നേതൃത്വമല്ല, മറിച്ച് മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളിൽ ക്രിയാത്മകമായി ഇടപെട്ട് അത് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു നിലപാട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. കാരണം പണ്ടൊക്കെ നമ്മൾ എപ്പോഴും നമ്മളുടെ വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന നിലയിൽ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇമ്പാക്റ്റുകൾ കുറഞ്ഞു. ഒരു നേതാവ് എന്ത് പറയുന്നു എന്ന് ചോദിക്കുക, മറ്റു നേതാവിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന അതുവഴി ഒരു സെൻസേഷൻ ഉണ്ടാക്കുന്ന ഒരു മാധ്യമപ്രവർത്തനത്തിലെ കാര്യങ്ങൾ മാറിയോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരാൾ എത്ര വാർത്താ സമ്മേളനം നടത്തിയെന്നറിയില്ല. ഏറ്റവും ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നില്ല എന്ന് അന്ന് പരാതിയുണ്ട്. ഒടുവിൽ മൻമോഹൻ സിംഗ് തന്നെ അതിൻ്റെ കണക്ക് നിരത്തിയപ്പോഴും അത് വളരെ കൂടുതലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഗോമാതാജി എന്നോട് പറയുന്നത് ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് ആണ് പറയുന്നത്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇൻ്റർവ്യൂ ജേർണലിസത്തിൽ വിശ്വസിക്കുന്നൊരു അങ്ങനെ ഒരു താല്പര്യം എനിക്ക് കുറവാണ്. ഞാൻ സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് എപ്പോഴും വാർത്ത ചെയ്യാൻ ആഗ്രഹിച്ച അങ്ങനെ മാധ്യമ പ്രവർത്തനം അതിലാണ് കൂടുതൽ പ്രസക്തി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഒരു ചെറിയ തെറ്റായ കാര്യമല്ല, അല്ലെങ്കിൽ അതിലൊരു കുറച്ചിലുമില്ല. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നേതാക്കൾക്ക് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു രീതി മാറി. അതെങ്ങനെയാണ് അതിപ്പോൾ തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. അതിനപ്പുറത്തേക്ക് നേതാക്കളെ കൊണ്ട് അവരെ വിളിപ്പിച്ച് എന്താണ് അവിടെ സംഭവമെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ശ്രദ്ധേയമാകുന്ന വാർത്തകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. മനുവിന് നെഞ്ചത്ത് കൈവച്ച് പറയാമോ എന്താണ് ഇന്ത്യക്ക് വേണ്ടി മോദി ചെയ്തതെന്ന്? ഓക്കെ,
കരൺ താപ്പറിൻ്റെ അടുത്ത് നിന്ന് അഞ്ച് കൊണ്ട് വെള്ളം കുടിച്ച് ഓടിപ്പോയതിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതും ഞാനും അതിലൊന്നും ഒരു ഇത് കാണുന്നില്ല. ഒരു ആളെ അയാൾക്ക് പറയാൻ അനുവദിക്കാതെ അയാളെ ഇങ്ങനെ ആക്രമിച്ച് ഉത്തരം മുട്ടിക്കുന്നതിൽ ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. അത് കരൺ താപ്പർ എന്നെക്കാളൊക്കെ എത്രയോ വലിയ മാധ്യമ പ്രവർത്തകരായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും പലപ്പോഴായും അങ്ങനെ അഭിമുഖങ്ങളൊക്കെ എടുക്കാനും ചെറിയ ഇതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവരെ കൊണ്ട് ജനങ്ങളോട് അവർക്കെന്താണ് പറയാനുള്ളതെന്ന് കൂടുതൽ പറയിപ്പിക്കില്ലാതെ അവരെ തോൽപ്പിച്ച് ഓടിപ്പിച്ച് സ്ഥലം പിടിക്കുന്നത് മാധ്യമ പ്രവർത്തനമാണോ എന്ന് എനിക്കറിയില്ല. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഏതായാലും അപ്പോൾ ശശിധരൻ പിള്ള എന്നെ പുകഴ്ത്തുന്നത് പഴയ വൈരാഗ്യം തീർക്കാനാണെന്ന് എന്നോട് ജയകുമാർ പറയുന്നു. ഓക്കെ, ജയകുമാർ ഇപ്പോൾ അപ്പം ദുഷ്ട മനസ്ഥിതി കൂടിയിട്ടുണ്ട്, കൃഷ്ണൻകുട്ടിയായിട്ട് കമ്പനി ആയതുകൊണ്ടാണ് എന്ന് ശശിധരൻ പിള്ള തിരിച്ചടിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് പോകുന്നു. ലാലു അടൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ലാലു, ചുരുങ്ങിയ വാക്കുകൾ. രാജു രാജുവാണ്. ലാജു ലെജു. ഓക്കെ. ശ്രീ ലെജു അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് മേഖലയിലുള്ള ആളാണ് ശ്രീ ലെജു? പത്തനംതിട്ട. ഏത് മേഖലയിലാണ് അങ്ങ് ജോലി ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ റിംഗ് എസ്റ്റേറ്റില്ല. റിയൽ എസ്റ്റേറ്റ് ആണ്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ശ്രീ ലെജു, ഇത് ഈ ഒരു നേട്ടത്തെ അക്കങ്ങളുടെ ഒരു കണക്കാണോ അതോ പ്രധാനമന്ത്രിയുടെ പ്രവൃത്തിയാണോ കൂടുതൽ അഭികാമ്യം എന്ന് ലെജു കരുതുന്നത്? എന്താണ് ലെജു? പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഇന്ന് അദ്ദേഹത്തിനെ ഒരു ചരിത്ര പുരുഷൻ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം ഇന്ന് അദ്ദേഹം ലോകത്തിന്റെ ഏത് രാഷ്ട്രങ്ങളിൽ ചെന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു പരിഗണനയും വിലയും ഏറ്റവും വലുതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാധ്യമങ്ങളിൽ കൂടെ അദ്ദേഹം ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന വരവേൽപ്പ് ഏത് രീതിയിലുള്ളതാണെന്നും എല്ലാം. 1914 മുമ്പ് ഭാരതീയൻ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയെല്ലാം അവഗണന മാത്രമായിരുന്നു. പക്ഷെ ഇന്നൊരു ഭാരതീയൻ പ്രത്യേകിച്ച് 2019 ശേഷം ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവർക്ക് ഒരു പ്രത്യേക വിലയും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മോദിയെ ഒരു ചരിത്ര പുരുഷനായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ആ മോദിയെ വെല്ലാൻ മോദി അല്ലാതെ വേറെ ആരുമില്ല. ഇന്ത്യയെ ഈ രീതിയിലെത്തിച്ച മോദിക്ക് ആയിരം അഭിവാദ്യങ്ങൾ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ അനിയൻകുട്ടനായിരിക്കും. അനിയൻകുട്ടനാണോ അജയൻകുട്ടനാണോ? ഓക്കെ. ഷാജി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഷാജി. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകൾ. ഓക്കെ, വലിയ സന്തോഷം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിലക്കയറ്റങ്ങളൊക്കെ ഒന്ന് തടയണ്ടേ? തടയാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ രാജ്യത്തും പോകുന്ന ഒരു പ്രധാനമന്ത്രി നല്ല പ്രധാനമന്ത്രി തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എത്ര കോടികളാണ് ഇതിന് ചെലവാക്കുന്നത്? ഒരു പാവപ്പെട്ടവന് കേരളത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞേ. ഈ ശബരിമലയിലെ റെയിൽവേ എന്തെങ്കിലും ചെയ്തോ? ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി അനുകൂലിക്കുന്നവർ മറുപടി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഞങ്ങള് പ്രധാനമന്ത്രി അനുകൂലിക്കാം. ശരി, അത് ആദ്യം സംശയമൊന്നും വേണ്ട. പക്ഷെങ്കിലേ പ്രധാനമന്ത്രി പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? വയനാട്ടിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ടാറ്റ കൊടുത്തിട്ടോ? പോയല്ലോ, മുട്ടായെങ്കിലും കൊടുത്തോ? ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സുഭാഷ് എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ സുഭാഷ്, കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന്. അല്ല, അതൊക്കെ വെറും ഒരു അപവാദം മാത്രമാണത്. വയനാട്ടിനൊന്നും ചെയ്തില്ല, കേരളത്തിനൊന്നും ചെയ്തില്ല. കേൾക്കുന്നു സുഭാഷ്, പറയൂ. അത് വെറും അപവാദം മാത്രമാണ്. പാലക്കാടിനൊന്നും കിട്ടിയില്ല എന്നുള്ളതല്ല. കേരളത്തിനൊന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിന് ഒരുപാട് ദുരിതാശ്വാസങ്ങൾക്കും ഒരുപാട് നാശനഷ്ടങ്ങൾക്കും ഒരുപാട് പാവങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദിജി. എനിക്ക് തോന്നുന്നു അങ്ങനെ ടി വി അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങക്ക് തന്നെ റീകോയിൽ ചെയ്ത് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഷാൻ ലൈല. ശ്രീ സുകുമാരൻ കണ്ണൂരിൽ നിന്ന്. സുകുമാരൻ. ഹലോ. നമസ്കാരം. നമസ്കാരം. ശ്രീ സുകുമാരൻ, ഈ പ്രധാനമന്ത്രി
ഒരു വിദേശകാര്യ രംഗത്ത് വലിയൊരു നേട്ടമായിരുന്നുവെന്ന് ഒരു പ്രധാന കാര്യമായി പിന്നെ BJP എടുത്തു പറയുന്നു. അദ്ദേഹം 12 വിദേശ പാർലമെൻറ്റുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. US കോൺഗ്രസിനെ ഒന്നിലധികം തവണ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. ജവഹർലാൽ നെഹ്റുവിന് പോലും 3 പാർലമെൻറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി അഭിസംബോധന ചെയ്യാനേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ നേട്ടം തങ്ങളുടെ ഒരു നേതാവിന് കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് BJP പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. ശ്രീ ഷാൻ ലൈല ഇത് എങ്ങനെ കണക്കാക്കുന്നു? അതെ, ഞാൻ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ്, മണക്കാട്. എനിക്ക് ഒരു 2 സെക്കൻഡ് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കാണിക്കുന്നത് വളരെ ഇരട്ടത്താപ്പ് നയമാണ്. കാരണം ഇന്ത്യയിലെ ജനസമൂഹങ്ങൾക്ക് പച്ചയായ ഇന്ത്യയുടെ അവസ്ഥകൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഭിന്നിച്ച് പരിപ്പിച്ച് വർഗീയവാദത്തിലൂടെ അധികാരത്തിലേറി 3 ശത്രുക്കളെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തു. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ദളിതനും ഈഴവനും പെലയനും പറയനും. 2ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. 3ാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികൾ. അപ്പോ ഈ കപട നാടകവും കപട ദേശീയവാദം എന്ന് ഞാൻ പറയാൻ കാരണം, വിദേശ നയം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയാണ് ഏറ്റവും നല്ല കൂട്ടുകാരനാണെന്ന് പറയുകയും അമേരിക്കയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ പാകിസ്ഥാൻ ഇന്ത്യയെ കാട്ടി 10 മടങ്ങ് അമേരിക്കയും മറ്റു രാജ്യങ്ങളുമായിട്ട് വളരെയധികം ഇന്ത്യയെക്കാട്ടി സൗഹാർദ്ദങ്ങളുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇപ്പോ പാകിസ്ഥാനും അമേരിക്കയുമായി ബിറ്റ്കോയിൻ ഇടപാട് നടത്തി പുതിയ ബിസിനസ് മാഗ്നറ്റിന്റെ പ്രോജക്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലുമായിട്ട് വളരെ ആമുഖ്യം ബന്ധമുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല? പിന്നെ ഇന്ത്യയുടെ നമ്മുടെ സ്വത്ത് ചൈന അതിർത്തികൾ പങ്കിട്ട് അവരുടെ കൈക്കലാക്കി. അതെന്തുകൊണ്ട് ഇന്ത്യയുടെ ജനതയിൽ നരേന്ദ്രമോദിജി വെളിവാക്കുന്നില്ല? വിദേശ നയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുട്ടുകൊടിച്ചു പോയി അമേരിക്കയിൽ താമസിച്ചിരിക്കുന്ന ദളിത് മോദിയുള്ളവരെ എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല? കിങ്ഫിഷറിന്റെ മുതലാളി ഉണ്ടല്ലോ, ഇതെല്ലാം ഇന്ത്യയുടെ സമ്പത്ത് കട്ടുമുടിച്ചു കൊണ്ടുപോയവരല്ലേ? അപ്പൊ വിദേശ നയത്തിൽ നിന്ന് അവർക്ക് ആ കട്ടുമുടിച്ചു കൊണ്ടുപോയവരെ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയോ? ഇല്ല. അപ്പോൾ നമുക്ക് സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് അങ്ങേക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്, ഈ ഇന്ത്യൻ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. ചൈന പോലുള്ള വൻ രാജ്യങ്ങളുമായി ശരിക്ക് അത് നയതന്ത്രം വിജയിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ എനിക്ക് മുന്നേ നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷകരിൽ നിന്ന് കേൾക്കാൻ കഴിയും. ശ്രീ പ്രദീപ് എന്ത് കരുതുന്നു? അമേരിക്കയുടെ കാര്യം കൂടി പറഞ്ഞതുകൊണ്ടാണ്. നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. അദ്ദേഹം അമേരിക്കയെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സ്ഥലം കയ്യേറിയത് ബായി എന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റു തോളിൽ കയറ്റിരുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കീഴിൽ അന്ന് ഉണ്ടായിരുന്ന അവരാണ് യുദ്ധം ചെയ്ത് നമ്മളെ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥലം കയ്യേറി ഇഷ്ടംപോലെ നമുക്ക് സ്വത്ത് നഷ്ടപ്പെട്ടു, നമ്മുടെ ലാൻഡ് നഷ്ടപ്പെട്ടു, സോൾജർ നഷ്ടപ്പെട്ടു. അതൊരു അപമാനമായി ഇപ്പോഴും നിൽക്കുന്നു. അതിന്റെ പ്രധാന കാരണക്കാരൻ നമ്മുടെ ചാച്ചാജി എന്നൊക്കെ പറയുന്ന ജവഹർലാൽ നെഹ്റു ആണ്. എല്ലാവർക്കും അറിയായിരിക്കും. പിന്നീട് അദ്ദേഹത്തിന് അതിന്റെ കുറ്റബോധം തോന്നിയിട്ട് അദ്ദേഹം പിന്നീട് മരിച്ചു എന്നൊക്കെ ആ ഇമ്പാക്ട് കൊണ്ടാണ് അദ്ദേഹം മരിച്ചെന്ന് പറയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരം കിട്ടിക്കാണും തോന്നുന്നു. പിന്നെ അമേരിക്കയോടുള്ള എന്ത് നയമാണ്? അമേരിക്കയോട് ഇന്ത്യ എടുക്കുന്നത് കട്ട ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള നയമാണ്, അല്ലാതെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള നയമല്ല. ഇന്ത്യ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന് ട്രംപ് പറയുന്ന അതിനോടല്ലല്ലോ ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യയുടെ ഇതിന് വേണ്ടിയല്ലേ? നോക്ക് മിസ്റ്റർ മനു, ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇൻക്ലൂഡ് ഇന്ത്യ, ഇവിടെ US ഒരു ഗാലൻ പെട്രോൾ ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്നത് 299 ആണ്. ഇപ്പൊ അത് 519 ആണ്. മീൻ 60% അത് മേലേറി. പക്ഷെ ഇന്ത്യയിൽ അത് 3% ആണ് ഇപ്പോഴും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 3%. ലാസ്റ്റ് 4 ഇയറിൽ പെട്രോളിന് വില കൂടിയിട്ടില്ല, സ്റ്റേബിൾ ആയിരുന്നു. എനിക്കൊന്ന് 107 രൂപയിൽ നിന്നു. എന്നാൽ ഈ യുദ്ധം വന്ന് 1.5 മാസത്തിന് ശേഷമാണ് 3% കൂടിയത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിൽ എന്താണ് അർത്ഥം? അപ്പൊ ലോകത്ത് ഏറ്റവും അധികം പിടിച്ചു നിർത്തുന്നത് പോലെ ഇന്ത്യയാണ്. പിന്നെ ഇന്ത്യയെ പോലെ മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് കിട്ടിയത് ഐ തിങ്ക് വി ആർ ലക്കി പീപ്പിൾ. ഒരു 20 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യൻ പാസ്പോർട്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ അതിന് കിട്ടുന്ന ഒരു വാല്യൂ അല്ല ഇന്ന്. ഇന്ത്യൻ പാസ്പോർട്ടിന് അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനകത്ത് അഭിമാനിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ മിസ്റ്റർ മനു, നമ്മുടെ ബാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം തിരിച്ചു വന്നതിൽ വലിയ സന്തോഷം. ഇതാണ് ഒരു സംഘി ഒരു BJP കാരന്റെ ഒരു പ്രത്യേകതയാണ്. സ്വന്തം നേതാവിന്റെ കുറ്റം വിളിച്ച് പറയും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. ഈ നീറ്റ് പരീക്ഷയോട് ബന്ധപ്പെട്ടതിൽ മോദി അയാൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടതാണ്. അതാണ് ഒരു സംഘി നമ്മുടെ രാജ്യത്തിന് വേണ്ടി വേണം പ്രവർത്തിക്കാൻ. എനിവേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ മോദി നോട്ട് നിരോധനം നടത്തി പണം കൊള്ളയടിച്ച് കള്ളനെയും കൊള്ളക്കാരനെയും വിലയ്ക്ക് വാങ്ങി അധികാരം കൈയാളുന്നു എന്നാണ് ജയകുമാറിൻ്റെ. ട്രംപിനെ കണ്ടാൽ മുട്ടിടിക്കുന്ന ഏക പ്രധാനമന്ത്രി മോദിയാണ് എന്നും നമ്മുടെ ജയകുമാർ പരിഹസിക്കുന്നു.
ഷാജി ഷാജി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഷാജി കുറച്ച് ദിവസം ഉണ്ടായില്ലല്ലോ, എന്ത് പറ്റി ഷാജി? ഇപ്പോൾ മടങ്ങി വന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. അപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഷാജിയെ കാണാൻ കഴിഞ്ഞതും വായിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ 157 സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. എനിക്ക് ഈ കൃഷ്ണൻകുട്ടി പലതരം ഹങ്കർ ഇൻഡെക്സ്, ഇതൊക്കെ ഈ സന്തോഷ സൂചിക, ഞാനും ഇതൊക്കെ എടുത്തു നോക്കി കേട്ടോ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആകെ ഒരു ചെറിയ കുഴപ്പം പറ്റുന്നത് ഇന്ത്യയേക്കാൾ സന്തോഷമുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് ചെറിയൊരു ആശയക്കുഴപ്പം വരുന്നത്. അതെന്താ അങ്ങനെ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം മോദി വിദേശത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന പരിഗണനയല്ല, അവിടെ പണിയെടുക്കുന്ന പാവപ്പെട്ട ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ് എന്ന് നമ്മുടെ ലിജു അടൂർ പറയുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ ഇന്ത്യൻ പാസ്പോർട്ട് റാങ്ക്സ് 85th ഇൻ ദ വേൾഡ് ഡ്യൂ ടു ആക്സെപ്റ്റൻസ് എന്ന് ഷിജു പരിഹസിക്കുന്നു. ഓക്കെ, സുനിൽ കുമാർ ഭരണം കിട്ടിയാൽ പിന്നെ ജയകുമാറിന് അല്പം ഹെഡ് വെയ്റ്റ് കൂടിയിട്ടുണ്ട്, അത് കുറയ്ക്കാൻ പറയണമെന്ന് പറഞ്ഞു. ജയകുമാർ കോൺഗ്രസ്സുകാരനാണല്ലോ, അപ്പോൾ കുറച്ച് ഹെഡ് വെയ്റ്റ് കൂടി എന്നാണ് പറയുന്നത്. എങ്ങനെ ഈ സാധ്യതയില്ല. ഏതായാലും സ്വന്തം ജയകുമാർ അങ്ങനെ ഒരാളല്ല, അദ്ദേഹം വളരെ ഹെഡ് വെയിറ്റ് ഒന്നും ഇല്ലാത്ത ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ശശിധരൻ പിള്ളയ്ക്ക് അങ്ങനെ തോന്നി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ശരിയാണെന്ന് സുനിൽകുമാറും പറയുന്നുണ്ട്. കൃഷ്ണദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ധർമ്മച്യുതി സംഭവിക്കുമ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഓരോ അവതാരങ്ങളുണ്ടാകും, അങ്ങനെ ഒരു അവതാര പുരുഷനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നു. സൂരജ് എന്നോട് മോദിജിക്കൊപ്പമാണ് എന്ന് പറയുന്നു. ആളോഹരി വരുമാനത്തിൽ ഇന്ത്യ 142 സ്ഥാനത്താണെന്ന് പറയുന്നു. എല്ലാവരെയും ചിരിപ്പിക്കാനാണ് എനിക്കിഷ്ടം എന്ന് ശശിധരൻ പിള്ള പറയുന്നു. ഇന്ത്യയും ചൈനയും ഒരേ സമയം റിപ്പബ്ലിക്കായ രാജ്യങ്ങളാണ്. ചൈന അമേരിക്കയെ വെല്ലാൻ മാത്രം വളർന്നിരിക്കുന്നു, ഇന്ത്യ അമേരിക്കയെ അനുസരിച്ച് കഴിയുകയും ചെയ്യുന്നുവെന്ന് കൃഷ്ണൻകുട്ടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഉമേഷാണ് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ഉമേഷ്, നെഹ്റുവിനെയാണ് മോദി റെക്കോർഡുകൾ തകർത്തു എന്ന് പറയുന്നത്. ആ ചരിത്രത്തിൽ താൻ നെഹ്റുവിനേക്കാൾ കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ കോൺഗ്രസ് ചരിത്രം പതുക്കെ മായുകയാണോ ഉമേഷ്? നമസ്കാരം മനസ്സാറേ. നമസ്കാരം. പിന്നെ പണ്ട് പ്രേംനസീർ സിനിമയിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊന്നും പോയിട്ടൊന്നും അഭിനയിച്ചില്ല. പക്ഷെ ഇന്ന് മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് എല്ലാം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിന് ഓരോ മാറ്റങ്ങളുണ്ട്. ഒന്നുമില്ലാത്ത ദരിദ്ര രാഷ്ട്രങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇന്ത്യയെ ആക്കിയത് കോൺഗ്രസ്, മോദിയല്ല. മോദിജി അതായത് നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, ഒരു തറ ഉണ്ടാക്കുക, ചുവര് കെട്ടുക, വാർപ്പ് ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ പെയിന്റ് അടിക്കുന്ന ഒരാളാണ് മോദിജി. അപ്പൊ അയാൾക്ക് പലതും നെഹ്റുവിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റും. അത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ്. അതുകൊണ്ട് മോദിജി ഭയങ്കരാണെന്നൊന്നും ഞാൻ പറയില്ല. മോദിജി ഉണ്ടാക്കി വെച്ചതിൽ മേൽ ആളായി എന്നല്ലാതെ അതിൽ മേലൊന്നും വേറൊന്നും ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷാജി പറയുന്നത് പൊതുവെ ബാരലിന് $135 വിലയിൽ പെട്രോളിയം ഉൽപ്പന്നം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ 70 രൂപയുള്ള ഉണ്ടായിരുന്നുള്ളൂ പെട്രോളിന് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല, അതാണ് മോദി വിരോധത്തിന് കാരണം എന്ന് മുരളി എന്നോട് പറയുന്നു. കെ സുകുമാരൻ എന്നോടൊപ്പം ചേരുന്നു. സുകുമാരൻ, സുകുമാരനിലേക്ക് ഞാൻ വരാം. ഇത് തുടരുകയാണ്. ഷാജി ഇപ്പോൾ അന്റാർട്ടിക്കയിലാണോ എന്നാണ് കൃഷ്ണദാസ് ചോദിക്കുന്നത്. 85 കോടി ജനങ്ങളിലേക്ക് സൗജന്യ നിരക്കിൽ റേഷൻ എത്തുന്നു. 10 രൂപയുടെ ഗുളിക 1 രൂപയ്ക്ക് കിട്ടുന്ന ജൻ ഔഷധി, ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി, ജലനിധി, ഇതൊക്കെ സമ്പന്നർക്ക് വേണ്ടിയാണോ എന്ന് കൃഷ്ണദാസ് ചോദിക്കുന്നു. എന്നോടൊപ്പം ഇബ്രാഹിം കുട്ടി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ഇബ്രാഹിം കുട്ടി, വലിയ ഒരു നിര പ്രധാനമന്ത്രി തൻ്റെ അവകാശവാദമായി വയ്ക്കുന്നുണ്ട്. 81 കോടി ആളുകളിലേക്ക് സൗജന്യ നിരക്കിൽ റേഷൻ എത്തുന്നു. 4 കോടി വീടുകൾ പ്രതിവർഷം സൃഷ്ടിക്കുന്നു. 10 കോടി PM ആവാസ് യോജനയിൽ 10 കോടിയിലധികം ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു. 32 കോടി സ്ത്രീകൾക്ക് ജൻധൻ അക്കൗണ്ടുകൾ വരുന്നു. 3 കോടി സ്ത്രീകളിൽ ലാഖ്പതി ദീദികളായി മാറിയിരിക്കുന്നു. അങ്ങനെ നിരവധി കണക്കുകളാണ് പ്രധാനമന്ത്രി നിരത്തുന്നത്. ശ്രീ രാജൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. രാജനും പറയാം. അതെ, ഈ ആരോ പറയുന്നത് കേട്ടു, മോഡി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഇന്ന് പറയുന്നത് നാളെ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് നടത്തുന്നത് നമ്മുടെ മേനോൻ ഇതുണ്ടല്ലോ, സതീശൻ മേനോൻ മുഖ്യമന്ത്രിയാ. പറഞ്ഞതുപോലെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു പിന്നെ അതിർത്തിയിൽ മൃഗങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ UDF ഭരിക്കാൻ കയറിയത്. അവിടൊക്കെ എഴുതി വെക്കണം ഇപ്പൊ UDF ഭരിക്കുന്നതെന്ന്. കാരണം UDF കയറി കഴിഞ്ഞാൽ മൃഗങ്ങളൊന്നും കാട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലെന്നാ പണ്ട് ആരെണ്ണൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മാർക്കറ്റിലൊക്കെ ഭയങ്കര വില കുറവാണ്. ഇവര് കയറി ഉടൻ തന്നെ
UDF വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാത്തിനും വില കുറവാണ്. വളരെ ചീപ്പാണ് സാധനങ്ങളെല്ലാം, വില കുറഞ്ഞു, കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്നു. പണ്ടേ ഇവര് കേരളീയായിരുന്നു, കഷ്ടമായി പോയി. ഞാൻ ഓർക്കുകയായിരുന്നു, മോഡി പറഞ്ഞതല്ല, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്, പക്ഷെ ഈ UDF പറയുന്നത് അതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഭരണം. ഞാൻ എന്റെ വീടിനടുത്തോട്ട് ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, പുള്ളി RCC ക്യാൻസർ സെന്ററിൽ പോയിട്ട് മരുന്നില്ല അവിടെ. വളരെ നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നൊന്ന് പറഞ്ഞേക്കണം വിളിക്കുന്നവരോട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്ന മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, നമസ്കാരം. നമസ്കാരം. പറയൂ. ശ്രീ കൃഷ്ണൻകുട്ടി, ഇതിൽ സർക്കാരിൻ്റെ വലിയ അവകാശവാദങ്ങളാണ്. ആരോഗ്യരംഗത്ത് 70 കോടി ആളുകളെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തിരിക്കുന്നത്. 60 കോടി ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ട്രീറ്റ്മെൻറ്റുകൾ ലഭിക്കുന്നു. 19,000 ആളുകൾക്ക് 19,000 ഇനം മരുന്നുകൾ ജൻധൻ ഔഷധിയിൽ വരുന്നു. അതുപോലെ തന്നെ കിസാൻ 4.3 ലക്ഷം കോടി രൂപ PM കിസാൻ പദ്ധതി വഴി വികേന്ദ്രീകരണം. 44 കോടി സോയിൽ ഹെൽത്ത് കാർഡ്സ്, അതോടൊപ്പം 26 ലക്ഷം കോടി രൂപ താങ്ങുവിലയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നു. UPI ട്രാൻസാക്ഷൻ 2,125 ലക്ഷം കോടിയിലേക്ക് വരുന്നു. 1.6 ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ ഡിജിറ്റലൈസ്ഡ് ആകുന്നു. 151 കോടിയിലേക്ക് എത്തുന്നു നമ്മുടെ മൊബൈൽ കണക്ഷൻ. അങ്ങനെ രാജ്യത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. 26 ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേകൾ വരുന്നു. 1,100 കിലോമീറ്റർ മെട്രോ നെറ്റ്വർക്കുകൾ വരുന്നു. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറുകൾ വരുന്നു. ഓപ്പറേഷണൽ എയർപോർട്ടുകൾ 164 എണ്ണം ആയി നമ്മൾ വർദ്ധിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ കണക്കുകൾ ഇങ്ങനെ നിരത്തുകയാണ്. വലിയ മാറ്റം രാജ്യത്ത് പശ്ചാത്തല വികസന സൗകര്യ രംഗത്ത് വന്നു എന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഇതിനോട് യോജിക്കില്ലെന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്, ഇതിൽ കഴമ്പുണ്ടോ? എന്നോട് പറയാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഈ കണക്കൊക്കെ. അല്ല, ഞാനിത് ഇങ്ങനെ എടുത്തു നോക്കുകയായിരുന്നു, എന്താണ് ഇവർക്ക് കണക്കൊക്കെ എനിക്കും അറിയാം. ഞാനിതിൽ എഴുതണമെന്ന് വിചാരിച്ചതാ, എല്ലാത്തും കൂടെ സമയമില്ലാത്തോണ്ടാ ചെയ്യാഞ്ഞേ. പക്ഷെ ഒരു നാട്ടുമ്പുറത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നായക്ക് മീശ വന്നാൽ അമ്പട്ടൻ എന്താ ഗുണമെന്ന്. എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമല്ലോ. അതായത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഗുജറാത്തില് ഞാൻ വായിച്ച കണക്കനുസരിച്ചിട്ട് അവിടുത്തെ ജനസംഖ്യയുടെ 1/3 പട്ടിണിയിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജീവിത നിലവാര സൂചികയില് ഇന്ത്യയിലെ 1ാം സ്ഥാനം കേരളത്തിനാണ്, തർക്കമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ BJPയും ഭരിച്ചില്ല, മോദിയും ഭരിച്ചില്ല. മോദിയുടെ ഒരു പൈസ പോലും കേരളത്തിന് കിട്ടിയിട്ടുമില്ല. നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടാത്ത ഒരു തരാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, തർക്കമൊന്നുമില്ലല്ലോ. ആകെയുള്ള പിന്നെ GST കൊണ്ടുവന്ന പൈസ വീതം വെക്കുമ്പോ നമുക്ക് കിട്ടുന്നത് 1.9 അതും അറിയാമല്ലോ. വയനാട്ടിൽ വന്ന ഒരു കൊച്ചിന് 2 ഉമ്മ കൊടുത്തിട്ട് പോയതല്ലാതെ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. ഇനി ഉത്തരേന്ത്യയിലൊക്കെ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാ? മൃഗങ്ങളെക്കാളും കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. അതിലൊക്കെ പോയിട്ടുണ്ടോ? UPയിലൊക്കെ അവിടുത്തെ നാട്ടുമ്പുറത്തോടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഗുജറാത്തിലെ നാട്ടുമ്പുറത്തോടെ പോകണം. എത്ര കഷ്ടമാണ് അവിടുത്തെ ജീവിതം. ബീഹാറിലൂടെ പോയിട്ടുണ്ടോ? ബീഹാറിൽ നമ്മുടെ നാട്ടുമ്പുറത്തെ ഏറ്റവും മോശപ്പെട്ട വീടിന്റെ അവസ്ഥയിലേക്കായാലും മോശമാണ് അവിടുത്തെ ഏറ്റവും വലിയ വീട് ബീഹാറിൽ. അതിൽ അങ്ങക്ക് എനിക്ക് തോന്നുന്നത് അങ്ങ് അത് ഞാൻ ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഏറ്റവും അടുത്ത് ഇപ്പോൾ ഒടുവിൽ ഞാൻ ബീഹാറിലാണ് പോയത്. ഗുജറാത്തിലെ മുഴുവൻ സ്ഥലവും തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാനൊക്കെ ഞാൻ പോയി. പക്ഷേ ആ കാലഘട്ടത്തിനനുസരിച്ച് വലിയ മാറ്റം അവിടെ വരുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങൾ എന്നോട് പറയുന്നത്. ഞാൻ കണ്ടതും അതാണ് കേട്ടോ. കാരണം വാരണാസിയിലെ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാശിയിലെ പല സ്ഥലങ്ങളിലായിക്കോട്ടെ, പണ്ട് കുപ്പക്കാടുകളായിരുന്ന സ്ഥലങ്ങളെല്ലാം മാറുകയാണ്. അവിടെ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ വന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഓടുന്നു. അങ്ങനെ വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ അതിന് മുമ്പ്, ബീഹാറിൽ അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയി എന്നതുകൊണ്ടാണ് അവിടെ വീണ്ടും BJP തിരിച്ച് അധികാരത്തിൽ വരുന്നത് എന്നാണ് അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു കേട്ടോ. ഞാനത് സത്യസന്ധമായി പറയുകയാണ്. ബാക്കി കാര്യങ്ങൾ അങ്ങേക്ക് പറയാം. ഞാൻ അങ്ങനെ BJP സർക്കാരിനെ അനുകൂലിക്കുകയില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഗുണം എന്താണെന്നറിയാമോ? അവതാരകൻ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല, ഞാൻ സംസാരിക്കുമ്പോൾ അവതാരകനും മിണ്ടരുത്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒരേ സമയത്ത് സംസാരിച്ച ആൾക്കാർ കേൾക്കില്ല. ഞാൻ പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു സർക്കാരില്ലേ പോലും ഒരു ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് രാജ്യത്തുള്ളതെങ്കിൽ പോലും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാവും. അതല്ലാതെ
വേണമെന്ന് വെച്ച് വരുത്തി തീർത്ത എന്ത് മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായെന്ന് നോക്കിയാൽ ഇല്ല എന്നാണ് പറയേണ്ടി വരിക. കാരണം ലോകം വളരുന്ന സ്പീഡിൽ ആ ഒരു റേറ്റ് ഉണ്ടല്ലോ, ഒരു റേറ്റ്, സ്പീഡിന്റെ റേറ്റ്, ആ റേറ്റിൽ ഇന്ത്യ വളരുന്നില്ല. വളരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഈ വലതുപക്ഷ ഭരണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. വളരുന്നതൊക്കെ വലിയ വലിയ ആൾക്കാരാ. എന്തുകൊണ്ടാണ് പെർ ക്യാപിറ്റ ഇൻകം 142 നിൽക്കുന്നത്? ഇന്ത്യയുടെ സ്ഥാനം 142 അല്ലേ? ആളോഹരി വരുമാനം ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ഥാനം 142 നമ്മൾ പറയുന്നു നമ്മൾ ലോകത്തിലെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ഒക്കെ സാമ്പത്തിക ശക്തിയാന്ന് പറയുമ്പോ ആ സമ്പത്ത് നമ്മുടെ ജനത്തിന്റെ പോക്കറ്റിലും ബാങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ ഇല്ലാത്തേ? കാശുള്ളവന് വാരിക്കൂട്ടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ സാമ്പത്തിക ശക്തിയാന്ന് പറയുന്നത്. പട്ടിണിക്കാരനാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യയിലെ പാവങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എത്രയാണെന്ന് നമുക്ക് കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ മോദി ഭരണം തീരുകയും ഈ BJPയുടെ ഇതുപോലുള്ള നയങ്ങൾ മാറുകയും വലതുപക്ഷ നയങ്ങൾ മാറുകയും ജനത്തിന് വേണ്ടി ഭരിക്കുകയും ചെയ്തെങ്കിലേ നാട് നന്നാവുള്ളൂ. പക്ഷെ അവിടെയാണ് ഒരു വലിയ പ്രശ്നം വരുന്നത്. എന്താന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞ അങ്ങിപ്പോൾ പറയുന്ന ഈ മോദിയെ മാറ്റി ഇന്ത്യ മുന്നണി വരണമെന്നാണല്ലോ നിലപാട്. ആ ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ് ഇതിന് മുന്നേ ഭരിച്ചിരുന്നത്. അപ്പം മാറിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ. അയ്യോ അതിനകത്തൊരു കാര്യമുണ്ട്. ഇന്ത്യ മുന്നണി ഭരിക്കുകയല്ല എന്ന് ഏതായാലും ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമെന്ന് ഇപ്പൊ പ്രതീക്ഷയില്ലല്ലോ. ഞാൻ പറയട്ടെ, പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയരുത്. കോൺഗ്രസ് ആണ് ഭരിച്ചത്. കോൺഗ്രസും BJPയും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? നയത്തിൽ എന്താ വ്യത്യാസം? കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ്. അതായത് കോൺഗ്രസ് ബാബരി മസ്ജിദ് പൊളിക്കാൻ വരെ അങ്ങനെ അവരുടെ മൃദു ഹിന്ദുത്വം അവർ വെളിപ്പെടുത്തി. സാമ്പത്തിക നയം ആദ്യമായിട്ട് ഈ ഉദാരവൽക്കരണം നടത്തുകയും പൊതുമേഖല വിറ്റ് തൊലയ്ക്കുകയും ചെയ്തു തുടങ്ങിയ കോൺഗ്രസ് അല്ലേ? ആ നയമല്ലേ BJP അതിലും ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊതുമേഖല ഇല്ലാതാകുന്ന വഴി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പൊതുമേഖല ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ അതിദരിദ്രരായിട്ടുള്ള ദളിതുകൾക്കും ആദിവാസികൾക്കും സംവരണം വഴി കുറെ ജോലിയെങ്കിലും കിട്ടുമായിരുന്നു. പൊതുമേഖല ഇല്ലാതായത് എത്രയാണെന്നറിയാം. ഈ പൊതുമേഖല സ്ഥാപനം ഒന്നും ഏതെങ്കിലും ഒന്നും ലാഭത്തിൽ പോകുന്നുണ്ടോ? ഇതിന്റെ മുഴുവൻ നികുതി ഭാരം ചുമക്കേണ്ടി വരുന്നത് ഞാനും അങ്ങേയും പോലുള്ള സാധാരണ ആളുകളാണ്. ഈ ഓരോ സ്ഥാപനങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ആളുകളുമായി ഇങ്ങനെ നടക്കുകയാണ്. ഇതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. തോന്നിയ ഇഷ്ടക്കാരെ ഇങ്ങനെ ചിറ്റപ്പന്മാർ അവരുടെ അളിയന്മാരെയും പേരക്കിടാങ്ങളെയും ഒക്കെ നിയമിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ തിന്നുകൊടുത്ത് നടക്കുന്നതിന് ഈ നാട്ടിലെ സാധാരണക്കാരൻ നികുതി അടയ്ക്കുകയാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്നിട്ട് അതൊട്ട് ലാഭത്തിലുമല്ല. അതാണ് അതിലേക്ക് ശ്രീ മനുവിനോട് എനിക്ക് പറയാനുള്ളത്, കണ്ണടച്ചിരുട്ടാക്കരുത്. കണ്ണടച്ച് ഞാൻ ഇരുട്ടാക്കുകയില്ല. അങ്ങ് പറയുന്ന പല കാര്യങ്ങളോടും എനിക്കുള്ള വിയോജിപ്പ് എന്താന്ന് വെച്ചാൽ അങ്ങയോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ അങ്ങ് ഒരു പെട്ടെന്ന് ഒരു കണക്കെടുത്തുകൊണ്ട് വരും. ആങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 102ാം സ്ഥാനത്താണ്. സന്തോഷം. പക്ഷേ അങ്ങയുടെ ആ ആർഗ്യുമെന്റ് കറക്റ്റാണ്. പക്ഷേ ഇതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്താണെന്ന് അറിയാം? നേപ്പാളാണ്, ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലെ സാഹചര്യം നമുക്കറിയാലോ. ശ്രീലങ്കയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഇന്ത്യയേക്കാൾ മുന്നിൽ നിൽക്കുകയാണ് ഹങ്കർ ഇൻഡെക്സിൽ. സ്ഥാനം 67ആണ്. മ്യാൻമർ, ഇറാൻ. അപ്പോൾ ഇതൊക്കെ ഈ ശ്രീലങ്കയിലൊക്കെ ഞാൻ പോയി ഇത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ ദാരിദ്ര്യം എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യം എന്താണ്. അപ്പോൾ ഇത് എന്ത് മാനദണ്ഡമാണെന്നുള്ള ചോദ്യം പൊതുവെ BJP കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതെന്താണ്? അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയേക്കാൾ സന്തുഷ്ടമായ ഒരു നാടാണ്, അതാണോ നമുക്ക് ഇനി ഒരു മാതൃകയാക്കേണ്ടത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ രാജ്യത്ത് നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രധാനമന്ത്രി കഴിയുന്നു എന്നിടത്താണ് വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് 3ാം തവണയും. പാലവും റോഡും ഉണ്ടാക്കുന്നതല്ല നമ്മുടെ വിഷയം. നമ്മൾ തുടങ്ങിയ പൊതുമേഖലയിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പൊതുമേഖല ഇല്ലാതാകുന്നതോടെ പട്ടിണിയാകുന്നത് ഈ സംവരണം വഴി ജോലി കിട്ടുന്ന ദളിതുകൾക്കും ആദിവാസികൾക്കും ഒക്കെയാണ്. അതിനെന്ത് പരിഹാരമാണ് മോഡി കണ്ടിരിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നത് ഈ ആജീവനാന്ത കാലം ഇങ്ങനെ ഒരു വെള്ളാനയെ ചുമന്നുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഒരു 30% പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾക്ക് സംവരണം കിട്ടും എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനങ്ങളെ ചുമന്ന് അതിൻ്റെ എല്ലാവിധ സാമ്പത്തിക നഷ്ടവും നമ്മൾ ചുമക്കണം എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ ഒരു സെന്റൻസ് പറയാൻ താങ്കൾ 10 സെന്റൻസ് പറയും, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കും? അല്ല, അത് അതിന്റെ നഷ്ടം കണക്കാക്കുകയാണെങ്കിൽ അത്രയും പൈസ ആ പാവങ്ങൾക്ക് അങ്ങ് വെറുതെ കൊടുത്താൽ പോലും ഇതിനേക്കാൾ ലാഭമാണ്. അല്ലല്ലോ. അല്ല, ഇത് ഈ പൊതുമേഖല സ്ഥാപനങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അത് അങ്ങേയറ്റം മിസ്മാനേജ്മെന്റിന്റെ വലിയ മകുടോദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ്. ഇത് മാനേജ് ചെയ്യാൻ ഗവൺമെന്റുകൾ കഴിയുന്നില്ല. ഇപ്പൊ കേരളത്തിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാഹചര്യം വൈറ്റ് പേപ്പറിൽ കണ്ടല്ലോ. ഇതിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോട്ടെ, ഇവിടെ അങ്ങ് 10 വർഷം ഭരിച്ചിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനം എല്ലാം ലാഭത്തിലായോ?
പൊതുമേഖല എന്തിനാ ഉണ്ടാക്കിയെന്ന് അറിയാമോ? പൊതുമേഖല ഉണ്ടാക്കിയത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അതാദ്യം മനസ്സിലാക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന് പൈസ ആര് കൊടുക്കും? പൊതുമേഖല അതിന്റെ നഷ്ടം ആര് സഹിക്കും? അത് പറയൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ രൂപീകരിക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നായിരുന്നില്ല ഉദ്ദേശം. നാടിന്റെ ക്ഷേമമായിരുന്നു ഉദ്ദേശം. ലാഭത്തിന് വേണ്ടി കച്ചവട രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ ഒന്നാം സ്ഥാനം എണ്ണ കമ്പനികളാണ്. അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അറിയോ? അതുപോലെ തന്നെ റെയിൽവേ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് റെയിൽവേ ആണ്. റെയിൽവേയിൽ ഇപ്പൊ റിക്രൂട്ട്മെന്റ് തീരെയില്ല, അതറിയോ? ഇതുകൊണ്ടൊക്കെ ഈ ജോലി കിട്ടാതായി കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഇന്ത്യയില്? അതിനുള്ള അവസരം ഉണ്ടാക്കണ്ടേ? മനുഷ്യന്റെ ക്ഷേമം അവരുടെ പൊതുമേഖലയിലെയും ഈ സർക്കാർ മേഖലയിലെയും എല്ലാം കൂടി എടുത്താൽ എത്ര ശതമാനം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും? അതൊരു ചെറിയ കാര്യമല്ല. അത്രേ ഉള്ളൂ. ആ ചെറിയ വിഭാഗത്തിന് വേണ്ടിയാണ് ഈ വലിയ വിഭാഗം ഇതിന്റെ മുഴുവൻ ഭാരവും ചുമക്കുന്നത്. അല്ല, ഈ നികുതി മുഴുവൻ ഇതിനെ അടയ്ക്കുന്നത്, നമ്മൾ അടയ്ക്കുന്ന മുഴുവൻ പൈസ ഇപ്പൊ കേരളത്തിന്റെ തന്നെ എടുക്കാലോ, 80% പണം എവിടേക്കാണ് അടയ്ക്കുന്നത്? ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും അതിന്റെ ബാക്കിയുള്ള പലിശ അടയ്ക്കാനുമാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ അത് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഈ വലിയ ഭാരിച്ച ഇത് മുഴുവൻ ഈ നാട്ടിലെ 3.5 കോടി മനുഷ്യൻ അടയ്ക്കുന്ന മുഴുവൻ നികുതിയും പോകുന്നത് ഈ കാര്യത്തിനാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വികസനം കൊണ്ടുവരാൻ കഴിയും? കടമെടുക്കും. എത്ര കടമെടുക്കും? 5 ലക്ഷം കോടിയാണ് കടം. ഇനി എന്ത് കടമെടുക്കും? കടത്തിലേക്ക് വന്നെങ്കിൽ എന്റെ ചോദ്യം, ഒരു സംസ്ഥാനത്തിന് എത്ര കടമെടുക്കാവുന്ന പരിധി എത്രയാ? അല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇനിയും കടമെടുക്കുന്ന പരിധി കൂട്ടിക്കോ. പക്ഷെ കടമെടുക്കുന്നതിന് ഒരു കോമൺ റേഷ്യോ ഉണ്ടല്ലോ. GSDP നിരക്കും ഡെപ്റ്റ് റേഷ്യോ എന്ന റേഷ്യോ നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളം. ഈ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടിച്ചു നിൽക്കൂലേ? ഇത് കോമൺ സെൻസ് അല്ലേ? അല്ലല്ലോ. ഇപ്പം നിയമസഭയിൽ അവതരിപ്പിച്ച കടം അനുസരിച്ച് 5 ലക്ഷമാണ് കടം, അല്ലേ? അതാണ് കടം. നമ്മുടെ വരുമാനം എത്രയാ? നമ്മുടെ ഇതൊക്കെ ഇനി അങ്ങിങ്ങനെ എത്രയാന്ന് ചോദിച്ചത് ഇത് നീട്ടിക്കൊണ്ടുപോകാതെ ഇത് വളരെ അതായത് ഒരു കടം എന്താണ് സാധാരണ എക്കണോമിസ്റ്റുകൾ പറയുന്നത് എങ്ങനെയാണ്? അതായത് ഒരു മൊത്ത ഉൽപാദനത്തിന്റെ 35% കടമാണോ? കഴിഞ്ഞോ? അങ്ങിത് ഇതിന് മറുപടി അല്ല പറയുന്നത്. അങ്ങിത് ഇത് ആദ്യം തൊട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് നീട്ടിക്കൊണ്ടുപോകാൻ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് അങ്ങനെ ഇത് ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ലാഭത്തിൽ പോകാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് ലാഭത്തിലാക്കാൻ, അത് വലിയ അമിത ലാഭം ഉണ്ടാക്കണം എന്നല്ല, ഒരു സർവീസ് മൈൻഡോട് കൂടി പ്രവർത്തിക്കാം. പക്ഷേ അത് ലാഭത്തിലാക്കാൻ വലിയ നികുതി ഭാരം ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം അവരെടുക്കണം. എത്ര ദുർവ്യയമാണെന്നറിയാം ഇതിന്റെ പേരിൽ നടക്കുന്നത്. ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സേവനത്തിന് വേണ്ടിയിട്ടാണ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ലാഭം ഉണ്ടാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കവാറും ലാഭത്തിൽ തന്നെ ഓടുന്നത്. സേവനത്തിന് വേണ്ടി ഉണ്ടാക്കിയത് അങ്ങനെ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇനിയും KSRTCയുടെ കാര്യം നോക്കിക്കോ. അത് ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, സേവനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. സർക്കാർ ആശുപത്രി സേവനത്തിന് വേണ്ടിയാ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ അങ്ങക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഇനി ഇത് കൂടുതൽ പറഞ്ഞാൽ അത് കൂടുതൽ അങ്ങേ വേദനിപ്പിക്കും. എന്താന്ന് വെച്ചാൽ ഈ KSRTC ബസ്സിന്റെ പെട്രോൾ ടാങ്കിൽ ഉപ്പിടുന്ന ഒരു സമര രീതി കേരളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ. എത്ര ഇലക്ട്രിസിറ്റി പോസ്റ്റുകളല്ലല്ലോ, മറ്റേ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ അടിച്ച് കത്തിക്കുന്ന ഈ സമര കാരണങ്ങൾ ഈ കേരളം കണ്ടിട്ടില്ലേ? അതൊക്കെ പതിറ്റാണ്ട് മുമ്പത്തെ കാര്യമല്ലേ? പതിറ്റാണ്ട് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ ആരാന്റെ പണമാണ് എന്ന ധാരണ കൊണ്ടാണ് ഇതെല്ലാം ഇതായത്. ഇപ്പൊ നഷ്ടത്തിലായപ്പോഴാണ് ആളുകൾക്ക് ബോധം വന്നത് ഇത് സ്വകാര്യവൽക്കരിക്കപ്പെടും എന്ന് ബോധം വരുമ്പോഴാണ് ഇതെല്ലാം കുറെയൊക്കെ മാറുന്നത്. നിങ്ങൾ അവതാരകർക്ക് കുഴപ്പമുണ്ട്. ഞാൻ പഴയ ചരിത്രം പറയുമ്പോഴേക്ക് താങ്കളായാലും മിസ്റ്റർ കിരൺ ആയാലും പറയും പഴയ കാര്യം പറയണ്ടെന്ന് പറയും. ഞാൻ പഴയ കാര്യത്തിന് പ്രസക്തി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ഈ കോലത്തിൽ ആക്കിയത് അങ്ങനെ ആയതുകൊണ്ടല്ല, അത് ആക്കിയതാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സേവന മേഖലയിൽ ആളുകൾക്ക് എന്തെങ്കിലും സൗജന്യം കൊടുത്തതുകൊണ്ടാണോ ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ അവസ്ഥയുണ്ടായത്? ആ കാലം മാറി. അല്ലാതെ എന്തെങ്കിലും സൗജന്യങ്ങൾ കൊടുത്തത് കൊണ്ടാണോ ഏതെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സൗജന്യമാണല്ലോ ഈ ഇതിൽ കിട്ടുന്നത്? അത് കൊടുത്തതുകൊണ്ടാണോ ഈ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് ഒരു സർവീസ് നടത്തിയത് കൊണ്ടാണോ KSRTCക്ക് ഈ ദുരിതമുണ്ടായത്?
KSRTC ദൂരം പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം അത് സേവന മേഖലയായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ KSRTCക്ക് ലാഭത്തിലോടാൻ പറ്റും. അത് ചെയ്യേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചുകൊണ്ടാണ് ലാഭത്തിലായി പോവാത്തത്. അത്യാവശ്യം സർക്കാരിന്റെ സഹായം കൊണ്ടാണ് സാധനം ഓടുന്നത്. അതുകൊണ്ട് വളരെയധികം ഗുണം കേരളത്തിനുണ്ട് എന്ന് മാത്രമല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങള് മിക്കതും ഇപ്പൊ ലാഭത്തിലായിട്ടുണ്ട്. ചിലതൊക്കെ നഷ്ടത്തിലോടുന്നുണ്ട്. അതിനെ പുനരുദ്ധരിക്കാനും കൂടുതൽ ലാഭത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അതുപോലെ തന്നെ സർക്കാർ വിറ്റ ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്, കേന്ദ്ര സർക്കാർ വിറ്റത്, കോട്ടയത്തുള്ള വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ്. ആ ന്യൂസ് പ്രിന്റ് സർക്കാർ ഏറ്റെടുത്തു. അതിപ്പോ ലാഭത്തിലായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ സർക്കാരിന്റെ പേപ്പർ അടിക്കുന്നുണ്ട്, ഇപ്പൊ പേപ്പർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗം സ്ഥലം റബ്ബർ പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് ആ ഫാക്ടറി ഏതാണ്ട് ഉദ്ഘാടനം ചെയ്യാറായിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ആ അവസ്ഥയിൽ കേരളം എത്തിച്ചിട്ടുണ്ട്. അത് കേന്ദ്രം ചുണ്ടുവലക്കി വിൽക്കാൻ തുടങ്ങിയതാ, അറിയോ? അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് പാലക്കാട് കേന്ദ്രം വിറ്റത് സർക്കാർ, കേരളം എടുത്തു. തിരുവനന്തപുരം വിമാനത്താവളം എടുത്തോളാന്ന് പറയുന്നത് തന്നില്ല, അല്ലാതെ സർക്കാർ എടുക്കുമായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് കേരളത്തിലുള്ളവർ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഓർക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ഏതായാലും അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പോൾ സ്ഥിരമായി നമുക്ക് ഇത് സംവദിക്കാം. ഓക്കെ, ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. മോദിയുടെ ജനപ്രീതി കൂടിയോ എന്ന ചോദ്യത്തിലാണ്. പക്ഷേ 40% ആളുകൾ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി 49% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 51% ആളുകൾ ജനപ്രീതി ഇല്ല എന്ന് ഉള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു നേതാവ് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത് അദ്ദേഹം രാജ്യത്തിന് സമ്മാനിച്ച മാറ്റങ്ങളിലൂടെയാണ്. അധികാരത്തിൻ്റെ ഉയരങ്ങളിലായിരിക്കുമ്പോഴും അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്ന ലാളിത്യത്തിലൂടെയാണ്, മാനുഷികതയിലൂടെയാണ്, സ്വന്തം കാലഘട്ടത്തെ മറികടന്ന് വരും തലമുറയ്ക്ക് പ്രചോദനമാകുന്ന ആശയങ്ങളിലൂടെയാണ്, സംഭാവനകളിലൂടെയാണ് ഒരു നേതാവ് ചരിത്രത്തിൽ അനശ്വരനാകുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള അന്തിമവിധി ഇന്നത്തെ രാഷ്ട്രീയ സംവാദങ്ങളിലോ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലോ മാത്രമായിരിക്കില്ല. കാലം കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയിലും ലോകവേദിയിലെ സ്ഥാനത്തിലും സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളിലും ആ വിരലടയാളത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാകും. ചരിത്രം അക്കങ്ങൾ രേഖപ്പെടുത്തും, ജനങ്ങൾ അനുഭവങ്ങൾ ഓർക്കും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.